ഹായ് വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. 7ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സാഫ് സഫായി മേ അവൽ ഗാവ് എന്ന ലേഖനമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ഗാലിബ് കലീമാണ്. സാഫ് സഫായി മേ അവൽ ഗാവ്. സാഫ് സഫായി ശുചിത്വം അല്ലെങ്കിൽ വൃത്തി. അവൽ ഒന്നാമത്തേത് അല്ലെങ്കിൽ ആദ്യത്തേത്. ഗാവ് ഗ്രാമം. സാഫ് സഫായി മേ അവൽ ഗാവ് വൃത്തിയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ഗ്രാമം. ഏഷ്യ കാ സബ്സെ സാഫ് സുഥര ഗാവ് മാവലിനോങ് മേഘാലയ മേ ഹെ. ഏഷ്യ കാ സബ്സെ സാഫ് സുഥര ഗാവ് ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം മാവലിനോങ് മേഘാലയ മേ ഹെ. മാവലിനോങ് മേഘാലയയിലാണ്. അപ്പോൾ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായ മാവലിനോങ് ഇന്ത്യയിലെ മേഘാലയയിലാണ്. സാൽ 2003 में 2003 വർഷത്തിൽ ഇസ് ഗാവ് കോ ഈ ഗ്രാമത്തിനെ ഏഷ്യയ്ക്ക് സബ്സെ സാഫ് സുഥരെ ഗാവ് കെ തൗർ പർ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമം എന്ന രീതിയിൽ ചുനാഗയ തിരഞ്ഞെടുത്തു. ഇസ് ഗാവ് കി സബ്സെ ബഡി ഖാസിയത്ത് യഹ് ഹെ. ഈ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. യഹാം കി സാരി സാഫ് സഫായി ഇവിടുത്തെ എല്ലാ വൃത്തിയാക്കലുകളും ഗാവ് വാലെ ഖുദ് ഹി കർത്തെ ഹെ. ഗ്രാമവാസികൾ സ്വയമാണ് ചെയ്യുന്നത്. സ്വച്ഛതാ കെ ലിയെ വൃത്തിയാക്കലിന് വേണ്ടി യഹാം കെ ലോഗ് ഇവിടുത്തെ ആൾക്കാർ കിസി തരഹ് സെ പ്രശാസൻ പർ നിർഫർ നഹി ഹെ. ഒരു തരത്തിലും ഭരണാധികാരികളെ ആശ്രയിക്കുന്നില്ല. ഇസ് ചോട്ടെ സെ ഗാവ് മേം ഈ ചെറിയ ഗ്രാമത്തിൽ പ്ലാസ്റ്റിക് പുരി തരഹ് സെ പ്രതിബന്ധിത് ഹെ. പ്ലാസ്റ്റിക് പൂർണ്ണമായും എല്ലാ രീതിയിലും നിരോധിച്ചിരിക്കുകയാണ്. പൂരെ ഗാവുമേം ഗ്രാമത്തിൽ മുഴുവനും ജഗഹ് ജഗഹ് ബാസ് സെ ബനെ ഹുയെ ഡസ്റ്റ്ബിൻ ലഗായ ഗയ ഹെ. ഓരോ സ്ഥലങ്ങളിലും മുള കൊണ്ട് നിർമ്മിച്ച ഡസ്റ്റ്ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഗ്രാമത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് മുള കൊണ്ട് നിർമ്മിച്ച ഡസ്റ്റ്ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മഹിള പുരുഷ് ഓർ ബച്ച് സ്ത്രീയോ പുരുഷനോ കുട്ടികളോ സമേത് കിസിഫി ഗാവ് വാലേക്കോ ഇതിലേത് ഗ്രാമവാസിയായാലും അഗർ കഹി ഗന്ദഗി നസർ ആത്തി ഹേത്തോ എവിടെയെങ്കിലും ഒരു മാലിന്യം കാണുകയാണെങ്കിൽ വേ ഫൗരൻ അവർ പെട്ടെന്ന് സഫായിമേം ലഗ് ജാത്തെ ഹെ വൃത്തിയാക്കലിലേക്ക് കടക്കുന്നു. സഫായിക്ക് പ്രതി ഉൻകി ജാഗരൂകത കാ അന്ദാസ തും ഇസ് ബാത്ത് സെ ലഗാ സക്തെ ഹോ. വൃത്തിയാക്കലിനെ പറ്റിയുള്ള അവരുടെ ആ ഒരു ഉണർവ് അല്ലെങ്കിൽ അവരുടെ ജാഗരൂകത, അവരുടെ ആ ഒരു അവബോധം, അതിനെക്കുറിച്ചുള്ള ഉദാഹരണം നമുക്ക് കിട്ടണമെങ്കിൽ ദൈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചാൽ മതി. അഗർ സടക്ക് പർ ചലത്തെ ഹുയെ ഉന്നെ കഫിഫി കച്ചറ നസർ ആയത്തോ. അഗർ സടക്ക് പർ ചലത്തെ ഹുയെ റോഡിലൂടെ നടക്കുമ്പോൾ ഉന്നെ കഹീഫി കച്ചറ നസർ ആയത്തോ അവരെവിടെയെങ്കിലും മാലിന്യം കാണുകയാണെങ്കിൽ വേ പഹലെ കച്ചരേക്കോ ഡസ്റ്റ്ബിൻ മേ ഡാൽത്തേ ഹെ. അവരാദ്യം അതെടുത്ത് ഡസ്റ്റ്ബിന്നിലേക്ക് ഇടുന്നു. ഫിർ ആകെ പെടുത്തേ ഹെ എന്നിട്ട് നടന്നു പോകുന്നു. അതായത് റോഡിലൂടെ അവർ നടന്നു പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു മാലിന്യം കിടക്കുന്നത് കാണുകയാണെങ്കിൽ അവരവിടെ നിന്ന് എടുത്തിട്ട് ആ മുള കൊണ്ട് നിർമ്മിച്ച ഡസ്റ്റ്ബിന്നിലേക്ക് നിക്ഷേപിക്കുന്നു. അതിനുശേഷമേ അവർ നടന്നു പോകത്തുള്ളൂ. യഹാൻ ലോഗ് അപ്പനെ കർസി നികൽനെ വാലെ കൂടെ കച്ചര കോഫി. യഹാം ലോഗ് ഇവിടുത്തെ ആൾക്കാർ അപ്പനെ കർസി നികൽനെ വാലെ അവരുടെ വീട്ടിൽ നിന്നും പുറത്തു വരുന്ന കൂടെ കച്ചര കോഫി മാലിന്യങ്ങളെയും ഡസ്റ്റ്ബിൻമേ ജമാ കർത്തേ ഹെ ഡസ്റ്റ്ബിന്നിൽ ശേഖരിക്കുന്നു. ഓർ ഫിർ ഉസെ ഏക് ജഗഹ് ഇക്കട്ടാക്കാർ എന്നിട്ട് അതെല്ലാം കൂടി ഒരു സ്ഥലത്ത് കൂട്ടിച്ചേർത്തിട്ട് കേത്തി കെലിയെ കൃഷിക്ക് വേണ്ടി കാത് കി തരഹ് വളമായിട്ട് ഇസ്തേമാൽ കർത്തേ ഹെ ഉപയോഗിക്കുന്നു. ഓരോ വീട്ടിൽ നിന്നുമുള്ള ചപ്പുചവറുകളെല്ലാം കൂടി ഒരു ഡസ്റ്റ്ബിന്നിൽ സ്ഥാപിച്ച ശേഷം അതെല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയെടുത്തിട്ട് കൃഷിക്ക് വേണ്ടി വളമായിട്ട് ഉപയോഗിക്കുന്നു. ഐസ കഹാ ജാത്ത ഇങ്ങനെയാണ് പറയപ്പെടുന്നത്. കി 130 സാൽ പഹലെ 130 വർഷങ്ങൾക്ക് മുൻപ് ഇസ് ഗാവ് കോ ഈ ഗ്രാമത്തിൽ ഹൈജി കി ബീമാരിനെ കോളറയുടെ അസുഖം ബുരി തരഹ് ജഗഡ്ലിയാത്ത വളരെ മോശമായ അവസ്ഥയിൽ പിടിക്കപ്പെട്ടിരുന്നു. 130 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രാമത്തിൽ കോളറ പിടിക്കപ്പെട്ടിരുന്നു. മെഡിക്കൽ സുവിധ ന ഹോനേക്ക് വജഹസെ അവിടെയാണെങ്കിൽ മെഡിക്കൽ സുവിധ കുറവാണ്. അതായത് മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ കുറവാണ്. ആരോഗ്യ സൗകര്യങ്ങൾ ഹോസ്പിറ്റൽസ് ഒക്കെ കുറവാണ്. സോ മെഡിക്കൽ സുവിധ ന ഹോനേക്ക് വജഹസെ മെഡിക്കൽ സൗകര്യങ്ങൾ വളരെ കുറവായത് കാരണം ഇസ് ബിമാരിസെ ചുട്കാര പാനേക്ക ഈ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള ഏകമാത്ര ഉപായിത ഒരേ ഒരു ഉപായമായിരുന്നു സഫായി കർണ ശുചിത്വം പാലിക്കുക എന്നത്. ഗാവ് കെ ലോകോങ്ക മാന ഹേക്കി ഗ്രാമത്തിലെ ആൾക്കാർ പറയുന്നത് ഹമാരെ പൂർവജോനെ കഹാദ ഞങ്ങളുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട് കി തും സഫായി കെ സരിയെ ഹി ഖുദ് കോ ബച്ചാ സക്തേ ഹെ നിങ്ങൾക്ക് ശുചിത്വത്തിലൂടെ മാത്രമേ സ്വയം രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ. വൃത്തി എന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയൂ എന്ന് നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ആ ഗ്രാമവാസികൾ പറയുന്നത്. അവർ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഫിർ ചാഹേ വഹ് കാന ഹോ കർ ഹോ ജമീൻ ഹോ അതിന് എന്തു തന്നെയായാലും ഭക്ഷണമായാലും വീടായാലും പരിസരമായാലും എന്തായാലും ഗാവ് ഹോ യാ ഫിർ അപ്ന ശരീർ ഹി ക്യോം ന ഹോ ഗ്രാമമായാലും നിങ്ങളുടെ ശരീരമായാലും എന്തു തന്നെ ആയാലും സഫായി സരൂരി ഹെ വൃത്തി എന്നത് അത്യാവശ്യമാണ്. ശുചിത്വത്തിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്നാണ് ആര് പറഞ്ഞത്?
ആ ഗ്രാമവാസികളുടെ പൂർവികർ പറഞ്ഞിട്ടുള്ളത്. ഇത്രയുമാണ് സാഫ് സഫായി മേം അവൽ ഗാവ് എന്ന ചാപ്റ്റർ. കുറച്ച് മീനിങ്ങുകൾ ടെസ്റ്റിലുണ്ട്, ടെസ്റ്റിലില്ലാത്ത മീനിങ്ങുകളൊക്കെ ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മീനിങ്ങുകളും നോക്കി കൃത്യമായിട്ട് വായിച്ച് പഠിക്കുക. ഓക്കെ.